ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പോസ്റ്റ് ഓഫീസിൽ GDSൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. 21,413 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം. സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യ പോസ്റ്റൽ വകുപ്പാണ്. അതേപോലെ ഇത് സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത്. അതേപോലെ ഇതിലേക്ക് വിളിക്കുന്നത് ഡയറക്റ്റ് തന്നെയായിട്ടാണ്. തസ്തികയുടെ പേര് ഗ്രാമീൺ ഡാക് സേവക് എന്നറിയപ്പെടുന്ന GDS എന്ന പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം 21,413, ജോലി സ്ഥലം ഇന്ത്യയിൽ എവിടെയും ലഭിക്കാവുന്നതുമാണ്. അതേപോലെ ജോലിയുടെ ശമ്പളം 10,000 രൂപ തൊട്ട് 24,400 രൂപ വരെയാണ്. അപേക്ഷയുടെ തീയതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2025 ഫെബ്രുവരി 10 മുതൽ മാർച്ച് 3 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇതിന് ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇതിലേക്ക് വരുന്ന ഒഴിവുകളുടെ ഏതൊക്കെ വിഭാഗത്തിൽ എവിടെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്രാമീൺ ഡാക് സേവയിലേക്ക് UR വിഭാഗത്തിലേക്ക് 9,735 വേക്കൻസികളും, OBCക്കാർക്ക് 4,164, SCക്കാർക്ക് 2,867, ST വിഭാഗത്തിൽ 2,086, EWS 1,952, PWD A 178, B 195, C 191, DE 45. ടോട്ടൽ 21,413 വേക്കൻസികളാണുള്ളത്. അതേപോലെ BPM എന്ന പോസ്റ്റിലേക്ക് TRCA സ്ലാബ് വരുന്നത് 12,000 രൂപ തൊട്ട് 29,350 വരെയാണ്. ഡാക് സേവയിലേക്ക് 24,470 രൂപ വരെയാണ് സാലറി ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വേക്കൻസികൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ കേരളത്തിൻ്റെ ഭാഗത്തിൻ്റെ എത്രയാണ് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലേക്ക് 740, 292, 124, 20, 158, 1,385 എന്നിങ്ങനെയാണ് പറയുന്നത് വേക്കൻസി. അതേപോലെ ഇതിലേക്കുള്ള പ്രായപരിധി 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ 40 വയസ്സ് കവിയാനും പാടില്ല. ഇതിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ പാസ്സായിരിക്കണം. 10th സ്റ്റാൻഡേർഡ് മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. അതിന് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ ഇതിലേക്ക് വേണ്ട കമ്പ്യൂട്ടർ നോളജും സൈക്ലിങ്ങും അറിഞ്ഞിരിക്കണം. അതേപോലെ ലൈവ്ലിഹുഡ് എഡ്യൂക്കേറ്റീവ് മീൻസ് ആയിരിക്കണം. അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് പറയാം. 100 രൂപയാണ് OBC വിഭാഗക്കാർക്കും, UR വിഭാഗക്കാർക്കും, EWS വിഭാഗക്കാർക്കും. SC ST PWD ഫീമെയിൽ വിഭാഗക്കാർ ഫീസ് പറയുന്നില്ല. ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇത് നിങ്ങൾ 10th ക്ലാസ്സിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് ഇതിലേക്ക് എടുക്കുന്നത്. നല്ല ശതമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള ലിങ്ക് ഞാൻ ചൂടെ കൊടുക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.